അതിനുശേഷം പിന്നീട് അപ്പാനി രേണുവിനോട് ഇങ്ങനെ വീട്ടിലേക്ക് വിളിക്കണം എന്നുള്ള ആ വിഷമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിച്ചു. പിന്നെ പണിപ്പുര ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്തു. 2 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് ഇത്തവണ മത്സരം. ഈ 2 ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മത്സരിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് ഇവർക്ക് പോയിന്റ് നേടാൻ പറ്റും. ആ ഒരു പോയിന്റും ഈ ഒരു ഗെയിം എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആര്യനും ജിസയിലും ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ആദില നൂറ ഇവർക്ക് പ്രത്യേകിച്ച് ഗെയിമൊന്നും ഇല്ലെന്ന് ജിസയിൽ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോയിരുന്ന് കുറേ കാര്യങ്ങൾ കേൾക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പർ സൈഡിൽ പോയിരുന്ന് അവിടെ കുറേ കാര്യങ്ങൾ കേൾക്കും. ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നതല്ലാതെ അവർക്ക് വേറെ ഗെയിമൊന്നുമില്ല. അപ്പാനിയും ഷാനവാസിനെയും കൂടെ സംസാരിപ്പിക്കാൻ വേണ്ടി ആദില നൂറ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അപ്പാനി സംസാരിക്കാൻ റെഡി ആയിരുന്നെങ്കിലും ഷാനവാസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഷാനവാസ് തന്നെ പറയുന്നുണ്ട് അപ്പാനി ഒരു പേടിത്തൊണ്ടനാണെന്ന്. ആ ഒരു സാധനം മനസ്സിലാക്കി അതിന് പറ്റിയ രീതിയിലാണ് അപ്പാനിക്ക് ഇപ്പോൾ ഷാനവാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എമ്മോറി അക്ക് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. 4 പേര് വീതം ഓരോ ടീമിൽ നിന്ന് മത്സരിക്കും. ഒറിജിനൽ ടേസ്റ്റുള്ള ഒരു സാധനവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ടാവും. പക്ഷെ നിറം കൊണ്ട് കാഴ്ച കൊണ്ടൊക്കെ ഒരേപോലെ ഇരിക്കുകയും ചെയ്യും. കറക്റ്റ് ആയിട്ടുള്ള സാധനമാണോ അല്ലാത്തതാണോ എന്നുള്ളത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷൻ അനുസരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം പറഞ്ഞു കൊടുക്കണം. ഒറിജിനൽ ടേസ്റ്റുള്ള സാധനമാണ് അവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എമ്മും, ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് എക്കോ ആയിട്ട് കണക്കാക്കും. ആദ്യം ടീം എ ആണ് പോയത്. നൂറ, അപ്പാനി, ജിസേൽ, ഒനീൽ. എതിർ ടീമിന് കറക്റ്റ് ആയിട്ട് എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പാനിയുടെ മാത്രമായിരുന്നു. ബാക്കി 3 പേരുടെയും അവർക്ക് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റിയില്ല. നെവിൻ, അനീഷ്, ആദില, അനുമോൾ ഇവരാണ് ബി ടീമിൽ നിന്ന് പങ്കെടുത്തത്. ഓപ്പോസിറ്റ് ടീമിന് നെവിന്റെ മാത്രമാണ് തെറ്റിപ്പോയുള്ളൂ. ബാക്കി 3 പേരുടെ അവർ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് എ ടീമിന് 6 പോയിന്റും ബി ടീമിന് 2 പോയിന്റും ലഭിച്ചു. അതിനുശേഷം വിജയിച്ച ടീമിൽ നിന്ന് പണിപ്പുരയിലേക്ക് പോകാൻ അവരെല്ലാവരും കൂടെ ചേർന്ന് ജിസേലിനെ തെരഞ്ഞെടുത്തു. അതിനുശേഷം അപ്പാനി ഷാനവാസിന്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നു. ഷാനവാസ് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നില്ല. ആ പാവ ഈ ഷാനവാസിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ഈ പുറകെ നടത്തുന്നതും അതുപോലെ തന്നെ ഈ ഒരു സെന്റി ഫേസ് കാണിക്കുന്നതും ഒക്കെ ഷാനവാസിന്റെ ഒരു ഗെയിമാട്ടോ. അവിടുന്ന് ആട്ട് കിട്ടിയിട്ട് പിന്നെയും ചെല്ലുന്നുണ്ട് അപ്പാനി. അപ്പോഴാണ് ഈ അക്ബറിന്റെ കൂടെ നിൽക്കുന്നതാണ് ഷാനവാസിന്റെ പ്രശ്നം എന്നുള്ളത് പറയുന്നത്. അപ്പാനി അക്ബറിന്റെ വെറും കരുവാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ വെട്ടി നിരത്താൻ വേണ്ടിയിട്ട് അക്ബർ അപ്പാനി ഉപയോഗിക്കുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഒരിക്കൽ വഴക്ക് കടന്നപ്പോൾ നീ ആരടാ എന്ന് ഷാനവാസ് ചോദിച്ചപ്പോൾ തിരിച്ച് നീ ആരടാന്ന് അപ്പാനി പറഞ്ഞു പോയി. അങ്ങനെ ഒരു തെറ്റ് മാത്രം അപ്പാനി ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പാനിയുടെ ഒരു അവസ്ഥയെ. അതിനുശേഷമാണ് കാല് പിടിച്ചു വരെ മാപ്പ് പറയാം, ഒരു വൈരാഗ്യം വെച്ചോണ്ട് നടക്കല്ലേ എന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട്. കഷ്ടം. നമുക്ക് തന്നെ അപ്പാനിയുടെ ഒരു അയ്യോപാവം ഫീലായി പോയി. കരുത്തനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പുള്ളി തന്നെ പറയണ്ടെന്നുണ്ടെങ്കിലും ഒരു പാവം അത്രേ തോന്നുന്നുള്ളൂ. അപ്പാനിയുടെ കയ്യിൽ നിന്ന് ഗെയിം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാം.